Hi friends, Health and Motivation എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറേ നാളായി ഞങ്ങളിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ഇട്ടിട്ട് ഞാനിന്നൊരു കുഞ്ഞൊരു സ്മോൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ മദേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾക്കിത് വലിയ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ നിങ്ങളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ബേബി ഹഗ് പെസിഫയർ മെഡിസിൻ ഫീഡർ. ഇതാണ് ആ പ്രോഡക്റ്റ്. സോ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ആ പ്രോഡക്റ്റ് എന്നല്ലേ. ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 3 years വരെയുള്ള ബേബിക്സിന് നമുക്ക് സിറപ്പ് മാത്രമേ, ഇപ്പോൾ മെഡിസിൻ കൊടുക്കുമ്പോൾ സിറപ്പായിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിറപ്പായിട്ട് കൊടുക്കുമ്പോൾ മദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് ഇവർക്ക് മെഡിസിൻ കൊടുക്കുക എന്നുള്ളത്. കാരണം 9 months വരെയുള്ള ബേബീസിന് വലിയ പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ ആ ബേബീസിന് ഈ ഫീഡർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഫീഡറിലാവുമ്പോൾ 9 months വരെയുള്ള ബേബീസ് എന്ന് പറയുമ്പോൾ മാക്സിമം പോയ 10 kg. അപ്പോൾ നമ്മൾ വെയിറ്റ് അനുസരിച്ച് ആ ബേബീസിന് മെഡിസിൻ കൊടുക്കുക. അപ്പോൾ അവർക്ക് മാക്സിമം കൊടുക്കേണ്ടി വന്നാലും 1 or 2 ml മാത്രമേ മെഡിസിൻ കൊടുക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഈ ഇത് വെച്ചിട്ടാകുമ്പോൾ ഇതിൽ മാക്സിമം ഹോൾഡ് ചെയ്യുന്ന മെഡിസിൻ 1 ml അറ്റ് എ ടൈം. സോ ഇപ്പോൾ 2 ml ആയാലും ഒരു പ്രാവശ്യം കൊടുക്കുക. അടുത്ത ബേബി എന്തായാലും കുഞ്ഞ് ബേബി ആയതുകൊണ്ട് വാ തുറന്നു തരും. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മോൾക്ക് 1 year 6 months സോ അവൾക്ക് ഇപ്പോൾ ഇടയ്ക്കൊരു ജലദോഷപ്പനിയും അങ്ങനെ ഭയങ്കര ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അവൾക്ക്. ആൻറ്റിബയോട്ടിക് മാത്രമല്ല, ചുമയും കൂടെ ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ കൂടെ കപ്പ് സിറപ്പ്, ചുമയ്ക്കുള്ള സിറപ്പൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സോ ഇതിൽ കൊടുക്കുന്നത് അത്ര ഉചിതമല്ലായിരുന്നു. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മെഡിസിൻ്റെ ടേസ്റ്റ് ഒരു പ്രാവശ്യം ഇവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുമ്പോൾ അറ്റ് എ ടൈം ഒരു മെഡിസിൻ തന്നെ 5 ml വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നതെങ്കിൽ 5 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ ആൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ആൾ വാ തുറന്നു തരത്തില്ല. പിന്നെ കരച്ചിലായി പിടിച്ചിലായി. പിന്നെ ഞങ്ങൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കി ഇതിൽ കൊടുക്കുക. ഇതിലായാലും നമ്മളൊരു 5 ml എടുക്കുമ്പോൾ അതിൽ മാക്സിമം പോയി 2 ml ആളുടെ വാക്കിയകത്ത് പോകത്തുള്ളൂ. ഇതാണ്, ബാക്കിയെല്ലാം പുറത്തു പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സാധനമാണ് പെസിഫയർ മെഡിസിൻ ഫീഡർ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മനസ്സിലാവും ഇത് എത്രത്തോളം ഉപയോഗമാണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ വരുന്നത്, ഇതിനകത്തൊരു മെഷറിങ് ജാറ് വരും. അല്ലാണ്ട് ഇതൊരു സിറിഞ്ച് മോഡലായിരിക്കുന്നത്. നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. ഈ മെഷറിങ് ജാറിൽ നമുക്കൊരു 20 ml വരെ ഈ മെഷറിങ് ജാറിൽ നമുക്ക് മെഡിസിൻ എടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇതാണ് നമ്മൾ ബേബീസിന് കൊടുക്കുന്ന മെഡിസിൻ ഫീഡർ. ഈ മെഡിസിൻ ഫീഡറിൽ അറ്റത്തൊരു പെസിഫയർ ഉണ്ട്. ഇതാണ് നമ്മുടെ ബേബീസിൻ്റെ വായിൽ വയ്ക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബേബീസ് വയ്ക്കുമ്പോഴും അവർക്കൊരു ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ആയതുകൊണ്ട് അവരെന്തായാലും വേഗം വാക്യത്തെടുക്കും. ഈ പെസിഫയർ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പക്ഷേ പെസിഫയർ മാറ്റിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതത്ര എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് അതിൻ്റെ അറ്റത്ത് ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ ബേബീസിന് അത്ര മേ ബി 3 years ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വെച്ച് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും അവർക്ക് ഓറൽ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് പെസിഫയറും കൂടെ വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതിനകത്താണ് നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 2 റീഡിങ്സ് ഉണ്ട്. 5 ml ഉണ്ട്, 10 ml ഉണ്ട്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം 10 ml വരെ നമുക്ക് ബേബീസിന് മെഡിസിൻ കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ബേബീസിന് കൊടുക്കുമ്പോൾ വിത്ത് പെസിഫയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ, മെഡിസിൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ യൂഷ്വലി എടുക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ എത്രയാണോ ബേബീസിന് കൊടുക്കുന്നത്. ഇപ്പോൾ 2 മെഡിസിൻസൊക്കെ ആയാലും നമ്മൾ ഇതിനകത്ത് ഒരുമിച്ചാണ് എടുക്കുക. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കും അതോ വേറെ മെഡിസിൻ ആണെങ്കിലും ഒരു 7 ml ആണ് ഇപ്പോൾ ബേബീസിന് വേണ്ടതെങ്കിൽ നമ്മൾ എത്രയാണോ വേണ്ടത് ആ മെഡിസിൻ ഈ മെഷറിങ് ജാറിൽ എടുക്കുക. ഇതിനകത്ത് 20 ml വരെ ഹോൾഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക. സോ ഇത് വെച്ച് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മുടെ മെഷറിങ് ജാറ്. ഇപ്പോൾ ഞാനൊരു സിറപ്പ് എടുക്കുവാണ്. ഇതിൽ നമുക്കൊരു 10 ml ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു 7 ml എടുക്കാം. എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും മെഡിസിൻ നമുക്ക് ഈ ജാറിലോട്ട് എടുക്കാം. ഞാനിപ്പോൾ 7 ml എടുക്കുന്നുണ്ട്. സോ ഇനി ഇതിനകത്ത് നമുക്ക് മെഡിസിൻ കയറ്റണം.
നമുക്കിങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യുക. ഉണ്ടോ? നമ്മൾ വലിയ ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്ലോലി ബാക്കിലോട്ട് വലിച്ചാൽ മതി. ആ ഒരു സക്ഷൻ എഫക്റ്റ് കാരണം വരുന്നതായിരിക്കും. പതുക്കെ അത് കയറുന്നുണ്ട്. വലിയ സ്പീഡ് എടുക്കരുത്. സ്പീഡിലെടുത്താൽ ഫുൾ മെഡിസിൻ കയറത്തില്ല. പതുക്കെ എടുത്തോണ്ടാൽ മതി. കണ്ടോ? ഇപ്പം നമുക്ക് എത്രയാണോ മെഡിസിൻ വേണ്ടത് അത് ഫുൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇനി ബേബീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ തിരിച്ച് വയ്ക്കുക, ഇങ്ങനെ പിടിക്കുക. കണ്ടോ? ഇപ്പോൾ ബേബീസിന് നമുക്ക് ഈ നമ്മുടെ ഇങ്ങനെ കൊടുക്കാനായിരിക്കും നമുക്ക് എളുപ്പം. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന അതേ രീതി തന്നെ ആയിരിക്കും. നമ്മുടെ ഈ ഒരു റിങ്ങിനകത്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ മെഡിസിൻ ആക്ച്വലി ഇപ്പോൾ ബേബി ഇല്ല, സോ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇപ്പം നമുക്ക് ബേബിയുടെ മൗത്തിലോട്ട് ഇതൊരു സോഫ്റ്റ് ആയതുകൊണ്ട് ബേബിയുടെ മൗത്തിനകത്തൊരു പെസിഫയർ എഫക്റ്റ് ആയിരിക്കും. സോ ബേബിയുടെ വായിലോട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇഞ്ചെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു തമ്പ് വെച്ച് നമുക്ക് പുഷ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. വേറെ ബേബിക്കായാലും അവിടെ ഇപ്പം ഞങ്ങളിത് 2-3 ടൈംസ് യൂസ് ചെയ്ത് നോക്കി. ബേബിക്ക് അവൾ കരയുന്നില്ല, കരച്ചിലില്ല, ഒരു ബഹളമില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മളിപ്പോൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ആളുടെ കൈ പിടിച്ച് വയ്ക്കാൻ ഒരാൾ വേണം, വാ പിടിക്കാൻ ഒരാൾ വേണം. ഇതിൽ പിന്നെ നമുക്ക് അമ്മയ്ക്ക് മാത്രം ഇത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതൊരിക്കലും ബേബിക്ക് ഹാമല്ല. നമ്മുടെ ഈ ബേബിയുടെ ബോട്ടിൽസൊക്കെ നമുക്ക് തിളപ്പിക്കും പോലെ ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ നമുക്ക് ഇട്ട് മുക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ യൂസിന് മുന്നേയും, ഇത് നേരത്തെ കഴുകിയിട്ടുണ്ടാകും, പക്ഷേ ഓരോ യൂസിന് മുന്നേയും നമ്മളിത് കഴുകണം. ഇപ്പം നേരത്തെ കഴുകി വെച്ചിരുന്നതായാലും ഓരോ യൂസിന് മുന്നേ നമ്മൾ ബോയിലിംഗ് വാട്ടർ അല്ലെങ്കിൽ നല്ല 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് യൂസ് ചെയ്യുക. എല്ലാ അമ്മമാർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. ഞങ്ങളിത് ആമസോണിൽ ഞങ്ങൾ കുറേ തപ്പി ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ആമസോണിൽ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ്. ഞങ്ങൾ മേടിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. സോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഒരു കുഞ്ഞു ടിപ്പോടെ കാണുന്നവരും ബൈ.